Role of speaker in Britain. Britainലെ സ്പീക്കറുടെ റോൾ. The speaker is impartial presiding officer of the House of Commons. House of Commons ബ്രിട്ടനിലെ ജനകീയ സഭയാണ് ഏതാ? ഹൗസ് ഓഫ് കോമൺസ്. അതിൻ്റെ ഇംപാർഷ്യൽ ആയിട്ടുള്ള പ്രിസൈഡിങ് ഓഫീസർ അധ്യക്ഷനാണ് ആര്? സ്പീക്കർ. It is said that the first person of the House of Commons appointed as the Speaker was in 1937 and it was Sir Thomas B. Hungerford. അതായത് ഇവിടെ ചരിത്രം പറയുന്നത് ഇപ്രകാരമാണ്. ആദ്യമായിട്ട് ഹൗസ് ഓഫ് കോമൺസിൽ നിന്നും എന്ത് ചെയ്യുന്നത്, അതിൻ്റെ ആ ഫസ്റ്റ് പേഴ്സണെയാണ് എന്തായിട്ട് അപ്പോയിൻ്റ് ചെയ്യുന്നത്? സ്പീക്കറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്ന ആ വ്യക്തി എന്ന് പറയുന്നത് 1937 ആണ് ആദ്യത്തെ സ്പീക്കർ എന്ത് ചെയ്യുന്നത് ബ്രിട്ടനിൽ അധികാരത്തിൽ വരുന്നത്. അത് അന്ന് തോമസ് ഡി ഹംഗർഫോർഡ് എന്ന ആൾ ആയിരുന്നു എന്ന് പറയുന്നു. സോ ഇൻ ഏർലിയർ ടൈംസ് ഇറ്റ് വാസ് എ പെറ്റീഷനിങ് ബോഡി. അപ്പോൾ അതിനു മുമ്പ് ഈ സ്പീക്കറുടെ പദവി എന്ന് പറയുന്ന ഒരു പെറ്റീഷനിങ് ബോഡി, പരാതികൾ കേൾക്കാനുള്ളൊരു സമിതിയായിട്ട് മാത്രമായിരുന്നു. The speaker was the spokesman of the king because he was appointed by the king. അപ്പോൾ അന്ന് സ്പീക്കർ എന്ന് പറയുന്ന രാജാവിൻ്റെ ഒരു വക്താവായിരുന്നു. കാരണം രാജാവായിരുന്നു ആരെ നിയമിച്ചിരുന്നത്? സ്പീക്കറെ നിയമിച്ചിരുന്നത്. ബട്ട് നൗ ദി സ്പീക്കർ ഈസ് ഇലക്റ്റഡ് ബൈ ദ മെമ്പേഴ്സ് ഓഫ് ഹൗസ് ഓഫ് കോമൺസ്. പക്ഷേ ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ്? ഹൗസ് ഓഫ് കോമൺസിലെ അംഗങ്ങളാണ്. ദ കൺവെൻഷൻസ് റിലേറ്റിംഗ് ദ സ്പീക്കർ ഈസ് ദാറ്റ് ഹി ഈസ് ഇലക്റ്റഡ് അൺഒപ്പോസ്ഡ്. അൺഒപ്പോസ്ഡ് ആയിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ ആരും എന്ത് ചെയ്യാൻ പാടില്ല? അപ്പോൾ യുനാനിമസ് ആയിട്ടുള്ള ഇലക്ഷൻ ആയിരിക്കണം. എല്ലാവരും ഐക്യകണ്ഠേന എന്ത് ചെയ്യണം? സ്പീക്കറെ തിരഞ്ഞെടുക്കണം എന്നതാണ് അവിടുത്തെ കൺവെൻഷൻ. സോ ഹി റിസീവ്സ് എ ഡീസൻറ്റ് സാലറി ആൻഡ് അലവൻസസ് ആസ് ദ ഫസ്റ്റ് കോമണർ. ഹൗസ് ഓഫ് കോമൺസിൻ്റെ ആദ്യത്തെ കോമണർ എന്ന നിലയിൽ ഹൗസ് ഓഫ് കോമൺസിന് അറിയപ്പെടുന്നത് കോമണേഴ്സ് എന്നാണ്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ വ്യക്തി എന്ന നിലയിൽ അയാൾക്ക് നല്ലൊരു സാലറി മറ്റ് അലവൻസ് എന്ത് ചെയ്യുന്നു? കൊടുക്കുന്നു. The office of the speaker is an office of responsibility, dignity and honor. ഇതിൻ്റെ പദവി എന്ന് പറയുന്നത് എന്താണ്? ഉത്തരവാദിത്വവും മഹത്വവും ബഹുമതിയൊക്കെ ഉള്ളൊരു പദവിയാണ് ആർക്കുള്ളത്? സ്പീക്കർക്ക് ഉള്ളത്. The speaker presides and regulate the sessions of and business of the house. ഹൗസുകളുടെ പ്രവർത്തനങ്ങളെ ക്രമീകരിക്കുകയും അതിന് അധ്യക്ഷത വഹിക്കുകയും ചെയ്യുന്ന ആരാണ്? ആ സ്പീക്കറാണ്. He is the channel of communication between the commons and the crown. ഹൗസ് ഓഫ് കോമൺസിലെ അംഗങ്ങളും അതുപോലെ തന്നെ എന്താണ് രാജാവും തമ്മിലുള്ള മുഖ്യ ആശയവിനിമയ ശൃംഖലയായിട്ട് ആര് പ്രവർത്തിക്കുന്നു? സ്പീക്കർ പ്രവർത്തിക്കുന്നു. The irregularities of motions are ruled by the speaker and to maintain a balance between the ruling and opposition benches. ഇപ്പോൾ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലുണ്ടാകുന്ന ആ ഭരണപരമായ കാര്യങ്ങളിലുള്ള ആ ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആരാണ്? സ്പീക്കറാണ്. ഹിസ് ഡിസ്കഷൻസ് ആർ ഫൈനൽ ആൻഡ് സേഫ് ഗാർഡ് ദ പ്രിവിലേജസ് ഓഫ് ദ ഹൗസ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾ, സ്പീക്കർ എടുക്കുന്ന തീരുമാനങ്ങൾ അന്തിമമായിരിക്കും. അദ്ദേഹം എന്ത് ചെയ്യുന്നു? ഹൗസ് ഓഫ് കോമൺസിൻ്റെ ആ ഒരു പ്രിവിലേജ്, ആ ഒരു സ്പെഷ്യൽ പവേഴ്സ് എന്ത് ചെയ്യുന്നു? കാത്തുസൂക്ഷിക്കുകയും ചെയ്യുന്നു. ഇനി വൺസ് എ സ്പീക്കർ ആൾവേസ് എ സ്പീക്കർ ഈസ് അനദർ കൺവെൻഷൻ. അവിടെ മറ്റൊരു കൺവെൻഷനാണ് എന്താണ്? ഒരാൾ സ്പീക്കർ ആയിക്കഴിഞ്ഞാൽ അയാൾ എപ്പോഴും എന്തായിരിക്കും? സ്പീക്കർ തന്നെയായിരിക്കും. ദ ബ്രിട്ടീഷ് സ്പീക്കർ മെയിൻറ്റെയിൻസ് ഇൻഡിപെൻഡൻസ് ആൻഡ് ഇംപാർഷ്യാലിറ്റി വിത്തിൻ ദ ഹൗസ് ആൻഡ് ഔട്ട്സൈഡ് ദ ഹൗസ്. സഭയ്ക്കകത്തും പുറത്തും അയാൾക്ക് എന്താണ്? ഒരു ഇംപാർഷ്യൽ ആയിട്ടുള്ള ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു റോൾ ആര് പ്ലേ ചെയ്യുന്നു? സ്പീക്കർ പ്ലേ ചെയ്യുന്നു. എന്ത് സാറേ?